മഴത്തോട് മുമ്പിൽ ഒരു അടിപൊളി എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ അലീനയെ ഓട്ടിക്കാൻ വേണ്ടി വന്ന് നമ്മൾ അവതക്കുട്ടിച്ചാൻ ഇപ്പം അലീനയെ കണ്ട് ഫ്ലാറ്റായിട്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ അവതക്കുട്ടിച്ചാനെ കൊണ്ട് ചായയൊക്കെ ഇട്ട് കൊടുത്തൊക്കെ നല്ല ഇഷ്ടപ്പെട്ട അലീനയെ നല്ല ആ ഒരു സ്വഭാവം കാരണമൊക്കെ നമ്മൾ അവതക്കുട്ടിച്ചാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താ പറ്റി, ഇപ്പം അലീനയെ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നല്ലോ, അപ്പം ഇനിയിപ്പോൾ അലീനയെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവതക്കുട്ടിച്ചാൻ പറയുന്നുണ്ട്, അത് വേണ്ടടാ, അത് നമുക്ക് പിന്നെ ആലോചിക്കാം, അവളൊരു പാവമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ചിരി വരെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം ഒറ്റയടിക്ക് വന്ന ഉടനെ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ്. നമ്മൾ അവതക്കുട്ടി വെച്ചാൽ ഇപ്പോൾ അലീനയുടെ ഫാനായിട്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ പാവമല്ലേടാ, അവൾ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, ഇത് കണക്കൊരു പിള്ളേരെ ഇപ്പോൾ കാണാനേ കിട്ടത്തില്ല, അവൾ പാവമല്ലേ, നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ കാണിക്കുന്ന പിറ്റേ ദിവസമാണെങ്കിൽ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, അലീന അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, നമുക്ക് എന്തായാലും പുറത്തോട്ടൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനയും അവതക്കുട്ടിച്ചായനൊക്കെ ഒരുങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവതക്കുട്ടിച്ചായനാണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മച്ചിയുടെ കണക്കാണ് അലീന എങ്കിൽ നീ കുറേ പാടുപെടുകയൊക്കെ ചെയ്യും പോലെ, നിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം അവൾ തന്നെ മാറ്റിയെടുത്തോളൂ എന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സ്റ്റാലിനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അലീനയും അവതക്കുട്ടിച്ചായനൊക്കെ ഒരുങ്ങി വരുന്ന സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട് അലീൻ്റെ അടുത്ത്, മോളെ വാ, നീ ഇതൊരിക്കും ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നിട്ട് നമ്മൾ അലീനയൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ വണ്ടി ഓടിക്കാനൊക്കെ കയറി ഫ്രണ്ടിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലിൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോള് ഫ്രണ്ടിൽ കയറി ഇരിക്കാനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അലീന ആണെങ്കിൽ ഒന്ന് മടിച്ച് നിൽക്കുന്നുണ്ട്. കാര്യം അവതക്കുട്ടിച്ചായന് പ്രായ ഒരാളല്ലേ, അപ്പം എന്തായാലും മുത്തശ്ശൻ ഫ്രണ്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഫ്രണ്ടിൽ കയറി, നിനക്കല്ലേ എല്ലായിടം ചുറ്റിക്കറങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളത്, അപ്പം നീ അല്ലേ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലായിടം സ്റ്റേറ്റും ഒക്കെ കാണാൻ പോകുന്നത്, അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് നിനക്ക് എല്ലാം നല്ല കണ്ട് ആസ്വദിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അലീനയാണെങ്കിൽ ഫ്രണ്ടിൽ കയറിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് മുത്തശ്ശനും പേരക്കുട്ടിയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരെല്ലായിടമൊക്കെ കണ്ടിട്ട് അങ്ങനെ എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എസ്റ്റേറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്, ഞാൻ ഈ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് കാടായിട്ടൊക്കെ കിടന്നതാണ്, പിന്നെ ഞാനാണ് അത് പിന്നെ ഫുള്ള് എല്ലാം റെഡിയാക്കിയിട്ടൊക്കെ റബ്ബറൊക്കെ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ പപ്പ കാശൊക്കെ കൊടുത്ത് ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിച്ചെന്ന് പറ, അല്ലാതെ പിന്നെ പപ്പ അല്ലല്ലോ ഇതൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട്, ഇവക്ക് എന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, ഇവക്ക് എന്താ ബുദ്ധി ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ അലീന ഇതൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ റബ്ബറൊക്കെ ഇങ്ങനെ സ്റ്റേറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ നമ്മൾ അവതക്കുട്ടിച്ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവക്ക് എന്താ ബുദ്ധിയൊന്നുമില്ലേ, ഞാൻ പറയുന്നതൊന്നും ഇവക്ക് എന്താ മനസ്സിലാവാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവതക്കുട്ടിച്ചാൻ പറഞ്ഞു, അവൾക്ക് ബുദ്ധി ഇല്ലാത്തതൊന്നുമല്ല, അവൾക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിന്നമ്മയെ പോലാണ് അവൾ ഇരിക്കുന്നത്, പക്ഷേ അതേ കണക്കത്തുള്ള സ്വഭാവവും കാര്യങ്ങളും ആണെങ്കിൽ മോനെ നീ ഒരുപാട് വെള്ളം കുടിക്കുമെന്നൊക്കെ നമ്മൾ അവതക്കുട്ടിച്ചാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ എന്താ ചെയ്യുന്നറിയാൻ വയത് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.